ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ കാഞ്ഞിരക്കുറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. കാഞ്ഞിരക്കുറ്റി പറഞ്ഞാൽ നമ്മളെ ഉണ്ണിയാൽ പറവണ്ണൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടായ റൂട്ടിനുണ്ട് വരുമ്പോൾ കാഞ്ഞിരക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വെയിലടിച്ചിട്ട് ശരിക്കും കാണുന്നുണ്ടാവില്ല എന്നാലും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാവൽപ്പഴം പെറുക്കാൻ വേണ്ടി വന്നതാണ്. പറവണ്ണ സ്കൂൾ പഠിക്കുമ്പോൾ എങ്ങാനും പിന്നെ ഞാവൽപ്പഴം തിന്നതാണ്. അതിനുശേഷം ഞാവൽപ്പഴം തിന്നിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് അവിടെ ബാക്കിൽ ആ കാണുന്നത്. അപ്പോൾ പിന്നെ അവിടേക്ക് വന്നതാണ്. മയിൽ, അവിടെ മയിലുണ്ട്. പിന്നെ കാണുന്നുണ്ടോ ആവാ എവിടെ? അയ്യോ, ഒരു ചെറിയ പൊട്ട് പോലെ അവിടെ. എവിടെ 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 അപ്പോൾ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വാക്കാട് ഹോസ്പിറ്റലിൻ്റെ ഉൾഭാഗത്ത്, അതായത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആ വളപ്പിൻ്റെ ഉള്ളിൽ, വളപ്പ് എന്ന് പറഞ്ഞാൽ ആ ഭൂമി, അവിടെ പിന്നെ ഞാവൽമരം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് നോക്കാൻ വേണ്ടി പോവാണ്. നോക്കാനല്ല, പൊട്ടിക്കാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ടോ എൻ്റെ ഭാര്യയും കുട്ടിയുണ്ട്, എൻ്റെ മകനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഉണ്ടോ നോക്കട്ടെ. അവിടെ ഓനാദ്യം പോയി നോക്കി. ഓനാദ്യം പറഞ്ഞു വിട്ടു ഒന്ന് പോയി നോക്കിയിട്ട് പോരാറുണ്ട്. അപ്പോൾ പോയി നോക്കിയപ്പോൾ ഓൻ പറഞ്ഞ് 2 മയിലുണ്ട് കേട്ടോ അവിടെ. എവിടെ പോയോ? ദിമ്മിലുണ്ടോ ഒന്ന്, പക്ഷെ വാലില്ലാത്തതാണ്. പിന്നെ എവിടെ? എൻ്റെ ഫ്രണ്ട് അവിടെ ഒന്ന് നോക്കുന്നുണ്ട്. 2 കുട്ടികളത്, എൻ്റെ മകനും അവൻ്റെ ഒരു കുട്ടിയും കൂടി ഓടി വരുന്നുണ്ട്. വാഞ്ഞാ അവൻ്റെ കുട്ടിയാണത്. നമ്മൾ മയിലൊക്കെ ഞങ്ങളെ കാണുമ്പോഴത്തിന് ഓടി പാഞ്ഞ് തടി കഴിച്ചിലാക്കി. അവൻ്റെ കൈ കടയുന്നുണ്ട്, കുറച്ചോനെ കൈ കടഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കട്ടെ കേട്ടോ, എന്താവും അവസ്ഥയൊന്നും അറിയില്ല. അവനാദ്യം പറഞ്ഞയച്ചപ്പോൾ ഓൻ പറഞ്ഞ അവിടെ സാധനം ഉണ്ട്. ഓയ് എന്താ പോടുന്ന് പട്ടിക്കാട്ടം കാണിച്ചു കൊടുക്കാനാ. പിന്നെ എൻ്റെ മാന അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നത്. അപ്പോൾ അവിടെ വലിയ ഞാവൽപ്പഴം ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. 1-2 എണ്ണമൊക്കെ അങ്ങനെ കിടക്കണതൊക്കെ പറയണം. പോയി നോക്കട്ടെ, കിട്ടിയാൽ കാണിച്ചു തരാം. കിട്ടിയില്ലെങ്കിൽ അറിയില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കാണിച്ചു തരും ഉറപ്പായിട്ടും. എന്തായാലും ചിലപ്പോൾ മരത്തുമ്പോൾ കയറേണ്ടി വരും. കയറിയിട്ടാണെങ്കിലും ഇന്ന് ആ പൂതി അങ്ങോട്ട് തീർക്കണം. കുറേ കാലമായി തിന്നിട്ട് ആ സാധനം. പൊന്നെ വാ തെസ്ലി, വാ. എൻ്റെ ചെരുപ്പ് എടുത്താ വരുമ്പോ. ചെരുപ്പൊന്നും ഇടാതെ പാഞ്ഞു വന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു തരാം. തെസ്ലി, എൻ്റെ വീഡിയോ കാണിക്കട്ടെ. കോരത്തിനൊന്നും കുഴപ്പമില്ല, വീഡിയോ കാണിക്കട്ടെ. കുഴപ്പമില്ലല്ല റമ്മിയോടെ. അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട്. അതോ കാണൂല്ലേ റബ്ബേ? ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ്. എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ റമീസ് കേട്ടോ. ഇവള് പക്ഷെ അവനെക്കാട്ടിയും കണക്ഷൻ ഇപ്പോൾ ഇവളായിട്ടാണ് എനിക്ക്. അപ്പം ഞാൻ ചെരുപ്പ് ഇടില്ല, ചെരുപ്പ് കേട്ടോ. റമ്മിയോടാ, റമ്മിയ അവനോടെ മോനിൻ്റെ ചെരുപ്പ് എടുത്തിട്ടോടാ. ഞാൻ എൻ്റെ കൈ കടഞ്ഞിട്ട് അയ്യോ. ഇതാണ് ആരോ വീട്, ഒരു ചെറിയ വീട്. കുഞ്ഞു വീടൊന്നുമല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീടാണ്. പക്ഷെ പിന്നെ ഓടിട്ട വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സിറ്റ് ഔട്ട്, പിന്നെ എന്താ പറയുക, ഭയങ്കര നല്ല തണൽ, മരങ്ങൾ. പൊന്നെ അവിടെ ഒരു പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു, എടുത്താ? അതെവിടെ കൊണ്ടുവച്ചേ? കവറിലിട്ടാ? താങ്ക് യു. അയ്യോ, ചെരുപ്പ് കൊണ്ടുവന്ന് എറിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്തുള്ള കട്ട് ചെയ്ത് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഓൺ വോയിസിൽ ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. കാരണം പിന്നെ മര്യാദക്ക് എന്താ വെച്ചാൽ വാക്കാട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണ് ഞാവൽപ്പഴത്തിൻ്റെ മരം ഉള്ളത് പറഞ്ഞിരുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലും റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് അല്ലെങ്കിലേ മടിയാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുക. പിന്നെ ഒരു വളപ്പും ഇല്ലാതെ അങ്ങനെ ചെയ്യുകയാണ്. വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ചെയ്തുള്ള പരിചയമല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാ. അപ്പോൾ അവിടെ പോയിട്ട് നോക്കട്ടെ. എവിടെ ആ സാധനം? എവിടെ? കട്ട് ചെയ്യാതെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ആ കുരുത്തം കെട്ട സാധനത്തിനെ കാണാനില്ല. എവിടെ അവനോടാ? ഇനി പോകാൻ തിരഞ്ഞാണ്ട് പോകേണ്ടി. എവിടെ നിന്നൊക്കെ ഈ മയിലിൻ്റെ കരച്ചിലേക്കുണ്ട്, പക്ഷെ വരൂല. അടങ്ങി മര്യാദ കുഞ്ഞാ.
അയ്യേ വാ വേം പേരി കവർ എടുത്തേ ഞാൽപ്പഴം പെറുക്കിടാൻ കവർ എടുത്താ കവറോട് അവനോട് എടുക്കാൻ പറഞ്ഞു പോണ്ട. അവളൊരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാലം കൊണ്ട് പിന്നെ ശരിക്കും കണ്ട് നടക്കാം, പക്ഷെ വലിയ ആക്സിഡന്റ് കഴിഞ്ഞപ്പം പിന്നെ ആകെ പണിയായിട്ട് ഇരിക്കുകയാണ് ഒരു കാല്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും സീനാണ് ചെറുതായിട്ട്. ഇതതിനെ എടുക്കണ്ട, അവിടെ വെച്ചാളാ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഫാസില, എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. അവളെ വീട് കുറച്ച് അപ്പുറത്തുണ്ട്. അങ്ങോട്ട് ചെല്ലാത്തതിന് ഇന്നെ കുറച്ച് തെറി വിളിച്ചിരിക്കണേ. കാരണം കുറേ ആയി എന്നോട് പറയുന്നുണ്ട് ചെല്ലാന്. ഞാവൽപ്പഴം പൂതി വെച്ച് വന്നതാണ്. കാരണം ഇവരെ വീടിൻ്റെ ഈ ഭാഗത്താണ്. ഇവിടെ ഫുള്ള് മരങ്ങളാണ്ടോ. ഇവിടെ മയില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. നല്ല രസം ഇവിടെ കാണാൻ. എപ്പോഴും മയിലുള്ളൊരു അവിടെ അതിൻ്റെ മുകളിലുള്ള മയിലൊക്കെ പറന്നു പോയാവോ അങ്ങനെ അവിടെ. അപ്പം എന്താ പറയുക, കുറേ മയിലിനെ കണ്ടിരുന്നോട് പോയോക്കട്ടെ. അതിനോടൊരു കോഴിക്കുട്ടീൻ്റെ അത്രയും കൂടി വലുപ്പമില്ലാതെ വീഡിയോയിലൊക്കെ കാണുന്നത് അതിനെ. ഹലോ അണ്ണാച്ചിയാളെ മരക്കുണ്ടല്ലേ, അണ്ണാച്ചി തന്നെ. ഹലോ കൈ വേഗം കടയും എനിക്ക്. കയ്യിലിങ്ങനെ ഫോൺ പിടിച്ച് നിൽക്കുമ്പോൾ അമ്മൻ്റെ പേഴ്സ് ഞാനവിടെ വെച്ചു. കുഞ്ഞാത്തുണ്ട്, ആ പേഴ്സ് ഉണ്ടാവും, എടുത്തിട്ട് വന്നാ എടുത്തിട്ട്. അവിടെ ഇവിടെ കീ മയിലുണ്ടായിരുന്നു ഒക്കെ പോയി. എവിടെ ഇവിടെ കൊണ്ടിട്ടാ നോക്കട്ടെ. ഇവിടെ എവിടെയോ ഇറുക്ക് ഇങ്ങ എങ്ക പോച്ച് മയിലും എങ്കയോ പോച്ച്. സാധനത്തിനെ കാണാനില്ല എന്തായാലും. നല്ല രസമുണ്ട് ഈ സ്ഥലമൊക്കെ കേട്ടോ. ഭയങ്കര എന്താ പറയുക, മരങ്ങൾ അതിൻ്റെ ഉള്ളൊക്കെ ഒരു രസമാണ്, ഭയങ്കര രസമാണ് കാണാൻ. അല്ലോ കൈ കടഞ്ഞു മുറിഞ്ഞു. എവിടെ റെമി അവിടെ നിന്ന് ഇറങ്ങൂലല്ലേ. പൊന്നിൻ്റെ പേഴ്സ് ഓർഡറാ ഉണ്ടോ? ഓക്കെ, അപ്പം ഞങ്ങൾ ഞാവൽപ്പഴം പെറുക്കി കിട്ടില്ല എന്നുള്ള അറിയില്ല. ഇവരെ വർത്താനം കേട്ട് പോവുകയാണ്. എന്താന്നുള്ള അറിയില്ല. ഓൻ പറഞ്ഞു ഇത്രയും കാലം പോകുന്നതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാണ്, ഇത്രയും കാലം വലിപ്പമുള്ളതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്. എന്താവുന്ന അറിയില്ല. ചിലപ്പോൾ ഞാനും ഓളൊക്കെ കയറി പറിക്കേണ്ടി വരും. നോക്കി എന്തായാലും. അപ്പോൾ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം പറയാൻ വേണ്ടി വന്നിരുന്നു. എന്തായിരുന്നു ഞാറപ്പഴം അല്ലേ? ഞാറപ്പഴം കൊണ്ടുവന്നാണ്. അത് തിന്നപ്പോൾ ഞാവ് വോട്ട് ചെയ്ത പോലെയായി. നല്ല രസമുണ്ട് കാണാൻ. ഞാവൽപ്പഴം തിന്നിട്ട് അത്ര കളറൊന്നും വരില്ല, എന്നാലും ഈ കളറായി. ആൾക്കാരുടെ വർത്താനം പറയാൻ പറ്റില്ല. ഈ സാധനം നടക്കൂലേ? അടങ്ങിയ മര്യാദ നടന്നു, മര്യാദ. അപ്പൊ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാറപ്പഴം കിട്ടിയപ്പോൾ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. മാങ്ങ ഉണ്ട്. മാങ്ങ ആരാൻ്റെ പെരയത്തെ മാങ്ങ കട്ട് എന്നതിലും വലിയ സുഖം വേറെ എവിടെയില്ല. എടാ നല്ല രസമുള്ള മാങ്ങയാണ്. പെറുക്കിച്ചാലോ? നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഏലിട്ടാണ് മൂടി വെക്കുക, വരുമ്പോ എടുക്കാം. ഇന്ന് ഇവിടെ തന്നെ വെക്കടാ. ഇന്ന് ഇവിടെ വെക്കേ, അവിടെ മാന്തിട്ട് വെക്കാം. അടയാളം വെക്കാം, അടയാളം വേണം. ഇന്ന് മനസ്സിലാവൂല, നാളെ പോയി മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞങ്ങള് മാങ്ങൊക്കെ എടുത്ത് വെച്ചിരിക്കണം. ആരാൻ്റെ മാങ്ങ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വാക്കാട് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിക്കണം. ഉറക്കനൊന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ആൾക്കാരൊന്നുമില്ല ഇവിടെ. നിങ്ങളോട് പറഞ്ഞാലേ കാറ്റടിച്ചാൽ രണ്ടെണ്ണ വീണെങ്കിൽ വീണ്. കൊച്ചിനീഫ പറഞ്ഞവർക്ക്. അപ്പം ഞങ്ങൾക്ക് ചിരിപ്പിക്കലടി പന്നി. ഞാൻ ഓള് വയ്യാത്ത കാലം വെച്ച് എടുക്കുന്നുണ്ട്. എന്താ പറയുക, ആടങ്ങാടി പോയ മരക്കത്തെ അവസ്ഥയാണ് ഇപ്പം ഞങ്ങളത്. രണ്ടെണ്ണം കിട്ടി. നോക്കട്ടെ, എന്നാ അവിടെ മണ്ണൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾ കഴുകിയെടുത്ത് തന്നു. കണ്ടാ കാണണമൊന്നുമില്ല, മണ്ണ് കലർന്നു. എന്നാലും ഞങ്ങൾ കഴുകി തിന്നും. അപ്പോൾ ബാക്കി വീഡിയോ ചെറുക്കും. ബാക്കി
അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഇല്ല ഇല്ല. എടീ മേലെ നല്ല ഉണ്ട്. എടീ മേലെ നോക്കിയേ, ഇവിടുന്നാ നോക്കിയേ കൊമ്പൊരു ആകെ 3-4 ഉള്ളൂ. നിങ്ങളെ ചവിട്ടി കൊണ്ടുവരുത്. ചെയ്യാലേ ഇതൊന്നും വേണ്ട, ഇതും വേണ്ട. മേലെ ഞാൻ മരത്തിന്റെ മേലത്തെ കാര്യം പറഞ്ഞ കേജില്ല പറഞ്ഞു കേരി പറിക്കുന്നു. മുള്ളിന്റെ ഇടയിലുള്ളതൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇവിടെ കുറച്ച് ഓല കൊടുന്ന് വിരിച്ചാ മതിയായിരുന്നു അല്ലേ. രാവിലെ വരണം രാവിലെ വരുമ്പോൾ ആൾക്കാരുണ്ടാവോ? പിന്നെ ഹോസ്പിറ്റലിൽ നിറച്ച ആളല്ലേ. ഹോസ്പിറ്റലല്ലേ കാണിച്ച കൈ എന്റെ മോൾക്കൊന്നും എടുത്തു കൊടുത്ത നല്ലത് വൃത്തിയുള്ളത്. ക്ഷാമോ ഞങ്ങളിവിടെ ഉള്ളിന്റെ ഇടയൊക്കെ പോയി വീണോളൂ. അവനവന്റെ കാര്യം നോക്കിയാ പോലെ. ഡീ വേറെ ഒന്നും കൂടെ ഉണ്ട് വ്ളോഗിന്റെ ഇടയിൽ എടുക്കണാ. പൂവാല ശല്യം മേലെന്ന് മേലെന്ന് അവര് നമ്മളിട്ടിട്ടാണ് പറയുന്നത്. നെവർ മൈൻഡ്, നമുക്ക് നമ്മളെ ജോലി ചെയ്യാം. ആര് സീനാക്കിട്ടുണ്ടാ അവരവിടെ കട്ടുന്നു. മൈൻഡ് ചെയ്യണ്ട. മറ്റേന്താ പറയാ പബ്ലിക് പ്ലേസിൽ പോയിട്ട് പൊറുക്കിക്കണമെന്നൊക്കെ ഷാളിലൊക്കെ കറയാവുന്നോ. ഇടി വല്ലാണ്ട് ഇതാക്കണ്ട ലൈറ്റിങ്. നിലത്ത് വീണിട്ട് കിളിമ്പിക്കണം. കിളിമ്പിന്ന് വെച്ചാൽ പുളിപുളിങ്ങനെ ആയിരിക്കണം. എന്നാലും ഞാൻ തിന്നും. ബിസ്മില്ല. എന്താ കയ്യാലേ അത് സാരില്ല. അവരെന്തായാലും യൂട്യൂബിൽ വരുമ്പോ കാണൂ. എവിടാ അപ്പുറത്തുണ്ടാ? അങ്ങോട്ട് എങ്ങനെ പോവാ? കാണാനെടുത്തല്ല. താങ്ക് യു പറയടി. എന്നാ അവിടെ നിന്ന് എടുക്കല്ലേ ഇനി ബാക്കി? അത് പിന്നാലെ വരണ എന്നാ നടക്ക് ചെയ്യാലേ നടക്ക്. ഓക്കെ താങ്ക് യു. അവിടെ നിക്ക്. നിക്ക് കഴുത്തി കുടിക്കിട്ട് കണ്ടാണില്ലേ. നടക്ക് നടക്ക്. അയ്യോ കേരള ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞു അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പോയി പറഞ്ഞു അപ്പുറത്ത് മരണ്ട് അവിടെ പോയിട്ട് കുറച്ചിക്കോളി. കേൾക്കോ? കേൾക്കും, നല്ല കേൾക്കും. അയ്യോ ഇത് കൊള്ളാം. മണൽ പ്രദേശല്ലേ. നീ ഇവിടെ കൊടുന്ന ഓല വിരിക്കേണ്ടി വരും. ടാർപ്പായ പെറുക്കി കൊടുക്കൂടാ. നീ പേഴ്സ് ഇത് പിടിക്കേ. ഫോണോ വേണ്ട കരുപ്പ. ഇവിടുന്നൊക്കെ ആളുകളെ പെറുക്കി പോവാണ്. പെറുക്കി പോയിട്ടാണ് ആൾക്കാർ. ആയിട്ടില്ല ആയിട്ടില്ല. എങ്ങനെ അറിയണേ? ആയിട്ടില്ല ഞാൻ പറയാം. അല്ല പോലെ കുട്ടി
ആ ഓക്കെ. എടാ മാറി കൊടുക്ക. അത് അവന് എറിഞ്ഞോളൂ. പുറത്ത് റോട്ടുമ്പോൾ ആളുണ്ടാവൂട്ടാ. ആൾക്കാരെ മണ്ട പൊളിച്ചിട്ട് ഗച്ചുവിന് എടുക്കാരോ. സൂചി വെക്കുന്ന സ്ഥലമാണ് ഗച്ചു. അങ്ങോട്ട് പോരെ. പിള്ളേർക്ക് പോളിയോ കൊടുക്കുന്ന സ്ഥലമാണ്. ഇംഗ്ലീഷ് റോട്ടുമ്പോ പോരുന്നിട്ടാ. ഏ ഇല്ലടി കമ്പോടെ നിന്ന്. അതെടി ആ കമ്പോട് കുലിക്കാൻ പറ്റുമോ? എത്തുവോ ആ കിടക്കണ കമ്പോണ്ട്? കുട്ടിന് ഗയാലിനെ നോക്കിയേ. ലൈബ്രറി ബുക്ക് കൊടുക്കാണ്ട്. ആ എനിക്ക് എത്തൂല തിരിയും കൂടെ. ക്യാമറ വെച്ചേക്കാമോ? ആകെ ഉടഞ്ഞ് വരാക്കും. ഇന്നെങ്ങാട്ടി പരാജയമാണല്ലോ ദോശിയെ. ആ മരം അവിടെ അപ്പൊ ഞങ്ങള് രണ്ടാമത്തെ മരത്തിന്റെ ചോട്ടിൽ, മറ്റേ എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ബാക്കിൽ ഇവിടെ മൂന്നാമത്തെ മരത്തിന്റെ. അപ്പൊ അത്യാവശ്യം നല്ല വലുപ്പമുള്ള എന്താണ് ഞാവൽപ്പഴം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പഴം കേട്ടോ. കയ്യൊക്കെ മണ്ണിലാണ്. തനിക്കോണം കാണിച്ചാലോ? പക്ഷെ എടാ എറിയണ്ടട്ടാ, ലൈൻ കമ്പി ഉണ്ട് ഇവിടെ. ഷോക്ക് ഇടിക്കണ്ട. നമ്മക്കടിക്കൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്കപ്പോൾ കുറച്ചൊക്കെ കിട്ടി. കുറച്ച് ഒരു മോനെ കവറെടുത്തിട്ട് വന്നാടോ ഞാവൽപ്പഴം. കുറച്ച് എറിഞ്ഞ് നോക്കണം. വലിയ മരമൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. കാരണം നിലത്ത് മണ്ണിലൊക്കെ വീണിട്ട് ആകെ പിള്ളി ഇങ്ങനെ ആയിരിക്കണം. പൊന്നോട് ഒന്ന് കാണിച്ചെന്നോ. അതാ ഞാൻ അത്രയും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇത് കഴുകിയാൽ ഇപ്പോൾ കഴുകി വരുമ്പോൾ കുറച്ച് മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് മണ്ണൊക്കെ കഴുകി കളഞ്ഞ് ചിലപ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസ് കുടിക്കേണ്ടി വരും. അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത്രയും പഴുത്ത സാധനമാണ്. അയ്യോ എറിഞ്ഞു നോക്കണോ? ഞാൻ എന്ത് അവർ പറഞ്ഞോ? എറിയണ്ടായിരുന്നോ? പിന്നെന്താ പറയടാ. അവർ എറിയണ്ടെന്ന് പറഞ്ഞോ? എന്നാ എറിഞ്ഞോ? എൻ്റെ തലക്ക് എറിയല്ലേ. ഇവനാണ് എറിയണ ആള്. കുറച്ച് അപ്പുറത്തും എന്താണ് ഞാവൽപ്പഴത്തിൻ്റെ മരം ഉണ്ട് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും തെണ്ടാൻ പോവാണ്. തെണ്ടികളാണ് ഞങ്ങൾ. ഉണ്ടോ ഈ രീതിയിൽ നല്ല ഈ സൈഡ് നല്ല ഇതായിരിക്കും കേട്ടോ. പക്ഷെ എങ്ങോട്ട് നോക്കിയാ ഇവിടെ മണ്ണുണ്ട്. ആ കണ്ടോ, ഇത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ തല അത് അതാ എടുക്കണു അവിടെ ആ ഇതിൻ്റെ അടുത്ത്. കൈ കൊണ്ട് തൊടാൻ വയ്യ ഷാളൊന്നും. ഇതാ ഇപ്പുറത്ത് ഇതെടുക്കും. റസീൻ്റെ തട്ടൊന്നും ഇട്ടടിക്കാടാ. താങ്ക് യു. കവർ അതെൻ്റെ കയ്യിൽ. ഇപ്പം ഞങ്ങൾ അടുത്ത മരത്തിൻ്റെ ചോട്ട് പോവുകയാണ്.
ഈ 3 മരത്തിന്റെ ചോട്ട് കടന്നിട്ട് അലമ്പ് കാണിച്ചത് പോരാ. ആ ഇതെന്താ പാഷൻ ഫ്രൂട്ട് അല്ലത്. ഇത് ഫോൺ ഇവിടെ വെക്കല്ലടാ. അപ്പോൾ ഞങ്ങൾക്ക് പാകത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും ഉള്ള സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതേറ്റ് കിട്ടിയതേറ്റ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പോവാണ്. ഒക്കെ മണ്ണിൽ വീണ് കുഴഞ്ഞതാണ് ഫുള്ള് കിട്ടിയിട്ടുള്ളത്. ഇനി അത് ഓൻ അങ്ങനത്തെ കളിയാണ് കളിച്ചതേ. അതൊക്കെ കഴുകി വൃത്തിയാക്കി വരുമ്പം ബാക്കി എന്തുണ്ടാവും ശിഷ്ടം എന്ന് കാണിച്ചു തരില്ല. അത് അടുത്തൊരു വീഡിയോയിലായിക്കോട്ടെ. കാരണം ഈ വീഡിയോയുടെ ലെങ്ത് തന്നെ അത്യാവശ്യമായി. ഞങ്ങളിനി ഞങ്ങളെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോവാണ്. ചെരുപ്പൊക്കെ ഞാവൽപ്പഴം കണ്ടപ്പോൾ ചെരുപ്പൊക്കെ വഴിയിൽ ചൂരിട്ട് പറഞ്ഞതാ. അടി മോളെ കയ്യിൽ പേഴ്സില്ലേ? ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷക്ക് തെണ്ടും. ഓട്ടോറിക്ഷക്കാരന് ചിരിച്ചു കൊടുത്താൽ വണ്ടി പോകില്ല. അപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്. കിട്ടിയ ഞാവൽപ്പഴം കൊണ്ടതാ. വേറൊരു ടീം അവിടെ പെറുക്കാൻ വന്നിട്ടുണ്ട്. തുറക്കാനാടാ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.